ഹലോ വെൽക്കം ബാക്ക്. പിന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിനി സമൂസ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ, ഇഫ്താറിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ മിനി സമൂസ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഞാനിതിലോട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് നമ്മൾ വഴറ്റിയൊന്നും എടുക്കുന്നില്ല. വെജിറ്റബിൾസ് എല്ലാതും നല്ലോണം തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും മയനൈസും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഞാൻ ഉപ്പ് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇതിലോട്ട് ചിക്കൻ ക്രഷ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാന്ന് പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയായല്ലോ, നമ്മൾ ഉള്ളി വെട്ടേണ്ട ഇതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബ്രെഡൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കട്ടോ. ഞാൻ ബ്രെഡിൻ്റെ സ്നാക്സൊക്കെ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നില്ല എന്ന്. ബ്രെഡ് നല്ല ബ്രാൻഡ് ബ്രെഡ് തന്നെ എടുക്കുക. ഇവിടെ UAE നല്ലത് കിട്ടുന്നുണ്ട്, നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ബ്രെഡ് ആദ്യം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യുക, ആവി കയറ്റല്ല അതും, എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നല്ല തിന്നായിട്ട് കിട്ടും. അപ്പോൾ പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ, വലിയ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യും വേണം. അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ടുള്ള കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാറുണ്ട്. ഇത് മൈദയും വെള്ളം കൂടിയുള്ള മിക്സാണ്, നമ്മൾ സൈഡൊക്കെ ഒന്ന് ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സാധാ വെള്ളമാട്ടോ. അതുപോലെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഒറിഗാനൊക്കെ ചേർത്തിട്ട് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തല്ലോ ബ്രെഡ് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ മിനി സമൂസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത അറ്റുണ്ടല്ലോ, അത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാ സമൂസയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. ഇത് പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് ബ്രെഡുണ്ട്, ഒരു 5 ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്കൊരു 10 സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു കാര്യമില്ലത്. അപ്പോൾ ഇതാ ഇനിയിപ്പം ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക അതിനകത്ത്. എന്നിട്ട് ഈ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ അറ്റൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിപ്പിക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന കേട്ടോ. നമ്മൾ പറയുമ്പോൾ കുറേ പ്രോസസ്സുള്ള പോലെ തോന്നും, സ്റ്റെപ്സ് ഉള്ള പോലെ തോന്നും, പക്ഷേ സംഭവം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്നാക്ക് റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. ആ സമൂസയുടെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വെള്ളം കൊണ്ട് ഒട്ടിപ്പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് നമുക്ക് ഈ മൈദയുടെ മിക്സിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ലുക്കൊന്ന് വേറെ തന്നെ ആവുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് എയർ ഫ്രൈ ആണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നിയത്. പക്ഷേ നമ്മൾ കാണുമ്പോൾ എയർ ഫ്രൈ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഫ്രൈ ആക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു സ്നാക്ക് മൈദയിൽ കോട്ട് ചെയ്യണമെന്നില്ല. ലാസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്. ഒരു ടേസ്റ്റിൽ വ്യത്യാസമില്ല. കാരണം ഓൾറെഡി ബ്രെഡ് നമ്മൾ റെഡിയാക്കി, ബ്രെഡ് ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ കുറച്ച് ഞാനിത് എയർ ഫ്രൈ ആക്കുന്നുണ്ട്. എയർ ഫ്രൈ കണ്ടില്ലേ, ഞാൻ വല്ലാണ്ട് മൈദേൻ്റെ മിക്സിൽ കോട്ട് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഓയിൽ മേലെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 180 ഡിഗ്രിയിൽ ഒരു 4-5 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും കേട്ടോ. ചെറിയ സമൂസയല്ലേ. ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണം. അത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലോട്ട്, കളറ് മാറാണ്ട് നോക്കുക. ചൂടുള്ള എണ്ണ കറക്റ്റ് ചൂടാണെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കളറും പറ്റാണ്ട് മാറിപ്പോവും. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ട്രയൽ ഒരു ബ്രെഡിൻ്റെ പീസ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അത് എണ്ണ ചൂട് പാകമാണോ നോക്കിയിട്ട് വേണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഭയങ്കരമായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് 2 ബാച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കല്ലേ.
നല്ല കുഞ്ഞു കുഞ്ഞു സമൂസ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാൻ ഉമ്മാക്ക് ചിക്കൻ കഴിക്കില്ലല്ലോ, അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസ് മാത്രം കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഷേപ്പ് ഒന്ന് മാറ്റിയതാണ്. കാരണം ഇതിന് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാ ചിക്കൻ ഏതാ വെജിറ്റബിൾസ് മാത്രം ഒന്നും അറിയില്ല. അപ്പോൾ ഇക്കാൻ്റെ സമൂസ കണ്ടോ, എയർ ഫ്രൈഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ 2 രീതിയിലും കാണിച്ചിട്ടുണ്ട്. എയർ ഫ്രൈ ചെയ്തതും കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രൈ ആക്കിയതും കാണിച്ചിട്ടുണ്ട്. 2 രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സ്നാക്ക്, കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സമൂസ അല്ലേ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മിനി ബ്രെഡ് സമൂസയാണ്. നോമ്പിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ഹെൽത്തി സ്നാക്സാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കാണ്ട് ഇതേപോലെ ആക്കിക്കാണ്ട് എയർ ഫ്രൈ ചെയ്താൽ മതി. എയർ ഫ്രൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡല്ലേ, നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ നെയ്യിലൊന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് സ്നാക്ക് അല്ലെങ്കിൽ മിനി ബ്രെഡ് സമൂസ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.